ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന ആളിന്റെ മൃതദേഹം നായ്ക്കൾ ഭക്ഷിച്ച നിലയിൽ. വടക്കൻ മൈനാഗപ്പള്ളിയിലാണ് സംഭവം. സോമവിലാസം അഞ്ചുവിള കിഴക്കതിൽ രാധാകൃഷ്ണപിള്ളയാണ് മരിച്ചത്. അവിവാഹിതനായ ഇയാൾ താമസിക്കുന്ന ചെറിയ ഷെഡിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സമീപത്തെ വീട് ശുചീകരിക്കാനെത്തിയ പ്രദേശവാസി രാധാകൃഷ്ണപിള്ളയെ അന്വേഷിച്ച ഷെഡിന് സമീപത്തേക്കെത്തിയപ്പോൾ രൂക്ഷമായ ഗന്ധം അനുഭവപ്പെട്ടു. തുടർന്ന് സംശയം തോന്നി പരിശോധന നടത്തുകയായിരുന്നു. ആഴ്ചയോളം പഴക്കമുള്ള മൃതദേഹഭാഗങ്ങൾ നായ്ക്കൾ ഷെഡിന് പുറത്തേക്ക് വലിച്ചിട്ട നിലയിലായിരുന്നു. മാംസഭാഗങ്ങളെല്ലാം നായ്ക്കൾ ഭക്ഷിച്ച നിലയിൽ അസ്ഥികൂടം മാത്രമാണ് അവശേഷിച്ചത്. തെരുവു നായ്ക്കളുടെ കടിയേറ്റ് മരിച്ചതാണോ അതോ മരിച്ച ശേഷം മൃതദേഹം തെരുവു നായ്ക്കൾ ഭക്ഷിച്ചതാണോ എന്ന് വ്യക്തതയില്ല. ക്ഷയരോഗിയായ രാധാകൃഷ്ണപിള്ള മാസങ്ങളോളം ആശുപത്രിയിൽ കിടത്തി ചികിത്സ നടത്താറുണ്ടെന്നും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നാട്ടിൽ കാണാറില്ലെന്നും പ്രദേശവാസികൾ പറഞ്ഞു. പോലീസും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. മൃതദേഹാവശിഷ്ടങ്ങൾ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. പരേതനായ രാധാകൃഷ്ണപിള്ള ലീലാവതിയമ്മ ദമ്പതികളുടെ മകനാണ് രാധാകൃഷ്ണപിള്ള. ശാസ്ത്രീയ പരിശോധന ഉൾപ്പെടെ വിശദമായ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് പറഞ്ഞു. പുതിയകാവിലെ നെഞ്ചുരോഗാശുപത്രിയിൽ ഒരു മാസത്തോളം രാധാകൃഷ്ണപിള്ള ചികിത്സ തേടാറുണ്ട്. അല്ലാതെയുള്ള സമയങ്ങളിൽ രാവിലെ ഷെഡിൽ കഴിയുന്നയാൾ വൈകുന്നേരം കുളി കഴിഞ്ഞ് സോമവിലാസം ചന്തയിലേക്ക് പോകും. വായനശാലയ്ക്ക് മുന്നിൽ നാട്ടുകാരുമായി കുശലം പറയുന്നത് പതിവായിരുന്നു. നാട്ടിൽ ചെറിയ തൊഴിലുകൾ ചെയ്തിരുന്ന രാധാകൃഷ്ണപിള്ളയ്ക്ക് ക്ഷയരോഗം ബാധിച്ചതോടെ ജോലി ചെയ്യാൻ പറ്റാതെയായി. ഒരു മാസത്തോളമായി അദ്ദേഹത്തെ കണ്ടിട്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഏറെ ചോദ്യങ്ങൾ ബാക്കിയാക്കി മൈനാഗപ്പള്ളി ഗ്രാമം ഞെട്ടലോടെ നിൽക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.